BSNL ഫൈബറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് മുമ്പും വീഡിയോ ചെയ്തിരുന്നു. BSNL ഫൈബർ നല്ല അടിപൊളി സംഭവമാണ്, ധൈര്യമായിട്ട് എടുത്തോളൂ, നല്ല സ്പീഡ്, നല്ല സർവീസ്, അതുപോലെ നല്ല ഡൗൺലോഡ് സ്പീഡ്, ബ്രൗസിംഗ് സ്പീഡ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ആ കാലത്ത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ നക്ഷത്രക്കാലെണ്ണാണ്. ഡൗൺലോഡ് സ്പീഡില്ല, ബ്രൗസിംഗ് സ്പീഡില്ല, യൂട്യൂബ് ബഫറിങ്, ഇതൊക്കെയാണ് നിലവിലുള്ള ഒരു അവസ്ഥ. അതായത് 100 BPS ആണ് എൻ്റെ സ്പീഡ്, അത് മതി. കാരണം അത്യാവശ്യത്തിന് കാര്യം ചെയ്താമല്ലോ. ഒരു ഡൗൺലോഡ് സ്പീഡൊക്കെ ഒരു 12.5 വരെ കിട്ടും. ചിലപ്പോൾ അത് 13 മേലെ പോകും, ചിലപ്പോൾ 8, എന്തായാലും ഒരു 8 കുറഞ്ഞത് കിട്ടും, അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി kbps ആണ് എനിക്ക് കിട്ടുന്ന ഡൗൺലോഡ് സ്പീഡ്. അതായത് 1000-ലും താഴെ, അതായത് 1 MBPS താഴെയാണ് ഡൗൺലോഡ് സ്പീഡ്. അത് കിട്ടിയാൽ പോരാ. അത് മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ, ബ്രൗസിങ്, ചില സൈറ്റുകൾ തുറക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ. അങ്ങനെ നിരന്തരം കംപ്ലയിൻറ്റ് പറയലായി. ടിക്കറ്റ് ഇടാതെ കംപ്ലയിൻറ്റ് ചെയ്യലായിരുന്നു. സർവീസ് ചെയ്യുന്ന ആൾ, നമുക്ക് വേണ്ടപ്പെട്ട ആൾ, അറിയുന്ന ആൾ, നല്ല സർവീസ് ചെയ്യുന്ന ആളാണ്, നല്ല സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ പറന്നെത്തും, പരിശോധിക്കും, കഴിയുന്നത്ര ചെയ്യും. അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ ഇത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പുറത്ത് ഞാൻ മറ്റ് ഇയാൾ മാത്രമല്ല, മറ്റ് പലരും BSNL സർവീസ് ചെയ്യുന്നുണ്ടല്ലോ, അവിടെയൊക്കെയുള്ള കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യം മനസ്സിലാകുന്നത്. BSNLന് എല്ലായിടത്തും ഇത് തന്നെയാണ്, ഏകദേശം എല്ലായിടത്തും ഇത് തന്നെയാണ് പ്രശ്നം. അതിൻ്റെ കാരണമായി ഞാൻ മനസ്സിലാക്കിയത്, BSNL തുടക്കകാലത്ത്, അതായത് ഫൈബർ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഇത്ര കണക്ഷൻ നിർബന്ധമാണെന്നുണ്ടായിരുന്നു. ആ സമയത്ത് മര്യാദയ്ക്ക് അവർ സ്പീഡും കാര്യങ്ങളും കൊടുത്തു. അവരുടെ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡൗണായി. ഇതാണ് സംഭവിച്ചത്. അവരുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പിന്നെ തിരിഞ്ഞു നോക്കാതായി. പിന്നെ വന്നവർ കുരുടി കഥ കൂറാന്ന നിലയിൽ ഒരു ഓടിപ്പോണ ഒരു സാഹചര്യമായി. അവിടെയാണ് നമുക്ക് പെട്ടുപോയത്. അതായത് പിന്നീട് സർവീസ് ചെയ്യുന്ന ആൾ ഓക്കെയാണ്, പക്ഷേ സർവീസ് ചെയ്യേണ്ട ആൾക്ക് സാധനം കിട്ടിയാലല്ലേ നമുക്ക് തരാൻ പറ്റും എന്നുള്ളൊരവസ്ഥയായി. ഇയാൾ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം എൻ്റെ വീട് കയറി ഇറങ്ങും, മോഡം ചെക്ക് ചെയ്യും, അത് പരമാവധി നോക്കും, നടക്കില്ല. സംടൈംസ് ആണ്. രാവിലെ ചിലപ്പോൾ 13 ഡൗൺലോഡ് സ്പീഡ് ഉണ്ടാവും, ഉച്ചയാകുമ്പോൾ അത് kbps ആയി മാറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1-2 BPS കിട്ടും. ഒരു സ്റ്റേബിളായിട്ട് ഒരു സംഭവം നിൽക്കുന്നില്ല. അതുപോലെ സ്പീഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അത് കയറുക, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വരും. അതായത് നമ്മളൊരു കയറ്റം ലോഡ് വണ്ടി വലിക്കുന്നത് പോലെയാണ്. അതായത് ഇപ്പോൾ ടോറസ് ലോഡ് വലിക്കുമല്ലോ, അത് ചോട്ട് നിന്നിട്ട് ആ ലോഡ് ഗിയർ അങ്ങോട്ട് ഇടും, എന്നിട്ട് മുക്കി കുറേ സമയം എത്തുമ്പോൾ ആ മല കയറും. അപ്പോൾ ഇതിങ്ങനെ കയറി വന്നിട്ട് ആ കയറുന്നതാണ് നമ്മൾക്ക് റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡുണ്ട്, പക്ഷേ ഉണ്ടോ ഇല്ല. ഒരൊറ്റയടിക്ക് അത് എത്തണം, 100 എന്ന് പറഞ്ഞാൽ 100 എത്തണം, അത് എത്തുന്നില്ല. അതല്ല എൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ കുറേ അവസ്ഥകളുണ്ട്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോൾ BSNLൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് അനാസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കേരളം മൊത്തം നമ്മളൊന്ന് അന്വേഷിക്കും, നമുക്ക് അത്തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ. അന്വേഷിച്ചപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനൊന്ന് തീരുമാനിച്ചു, ഇങ്ങനെ ഉറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. അവർക്ക് ഒരു കൊല്ലത്തേക്കുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കട്ടായി കിട്ടിക്കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള BSNL ആനുകൂല്യങ്ങളും മറ്റ് കാശ് ചിക്കിളി ഉണ്ടല്ലോ കിട്ടാനുള്ളത്, അതങ്ങ് കട്ടായി കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിൻ്റെ പണിയെടുക്കൽ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലെ അതിൻ്റെ പണിയെടുക്കൽ തുടങ്ങി. അങ്ങനെ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് നമ്പർ വേണം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം 198-ലോ, ഇനി അതല്ലെങ്കിൽ അല്ലാതെ വിളിച്ചിട്ട് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടോ നമ്മൾ ടിക്കറ്റ് ഇടണം. കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്തിട്ട് 2, 3, 4 ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി തുടങ്ങാം. ഈ BSNL ഉദ്യോഗസ്ഥന്മാർ അവരൊരു പണി ഒപ്പിച്ച് വെച്ചേക്കാണ്. അതായത് അവരവിടെ ഇങ്ങനെ കസേരയിൽ ചടഞ്ഞുകൂടിയിരിക്കും. എന്നിട്ട് ഇപ്പുറത്ത് ഈ ലൈനിൽ പോയി ലൈനൊക്കെ വലിച്ചു കൊടുത്ത് പണിയെടുക്കുന്ന ഏജൻ്റ് ഉണ്ടല്ലോ BSNLൻ്റെ, ആ ഏജൻറ്റിന് പണി കൊടുക്കുക. ഏജൻറ്റിന് ഫൈൻ കൊടുക്കുക എന്നൊക്കെയാണ് കേട്ടത്. ഏതാണ്ട് 12,000-ഓ 13,000-ഓ ഒക്കെ ഫൈനുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം 48 മണിക്കൂറിനുള്ളിൽ അത് ചെയ്തു തരണമെന്നാണ്. മിനിഞ്ഞാന്ന് ഞാൻ ഒരു കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്തു. അന്ന് തന്നെ അത് വന്ന് അവർ പരമാവധി നോക്കി. പക്ഷേ സംഗതിയൊക്കെ ഒപ്പിച്ച് ഒരു 2 BPS ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പോയി. അതോടുകൂടി ഉള്ള പണി മുഴുവൻ തുമ്പില്ലാതാക്കി. sabukuttoti.com എന്ന് പറഞ്ഞ് എൻ്റെ സൈറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാക്കി. പിന്നെ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ വീഡിയോ കാണാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് സ്പീഡ് കുറവ്. അതായത് മൊത്തം തരികട. BSNL ഫൈബർ എന്ന് പറഞ്ഞാൽ ഇന്ന് തരികടൻ്റെ അങ്ങേപ്പുറത്ത് തരികട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കണം. അത് നശിപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് എനിക്കങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. അതിൽ കരുവാക്കുന്നത് ഈ ലൈനൊക്കെ വലിച്ച് സർവീസ് കൊടുക്കുന്ന ആൾക്കാർ. ഇത് ശരിയാക്കാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കും. അവർക്കത് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇൻഡാസ് അവരുടെ കയ്യിൽ കിട്ടണ്ടേ? ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടത് പറയുക, അയാൾക്ക് ഒരു 500 രൂപ കൊണ്ടൊന്ന് കൊടുക്കുമെന്ന് പറയാണ്. 500 കൊടുക്കാം എന്നാണ് കരാറ്.
പക്ഷേ 500 അയാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ 500 അയാൾക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ഇവരൊരു 200 കൊടുക്കുകയാണ്. 200 കൊടുത്തിട്ട് അയാളുടെ അടുത്ത് പറയണം നീ 500 കൊടുത്തേക്കെന്ന്. ഇതാണ് അവസ്ഥ. സംഗതി മനസ്സിലായില്ലേ? അതായത് 100 Mbps സ്പീഡ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈനിൽ ഇയാൾക്ക് കൊടുക്കാനായിട്ട് തരുന്നത് 10 or 20 ആണ്. അതിൽ കൂടുതൽ തരാനില്ല. എന്നിട്ട് ഇയാൾ 100 കൊടുക്കാൻ പറയും. 100 കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാവത്താന് ഫൈൻ അടിച്ച് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അയാൾ വിട്ടു പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഒരു ടാർഗറ്റ് എത്തിയത് കൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഞാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അങ്ങനെ എങ്ങാനും നമ്മുടെ ലൈനിലുള്ള ചങ്ങാതിക്ക് ഈ സർവീസ് ചെയ്യുന്ന ആളിന് അത്തരത്തിൽ ഫൈനോ കാര്യങ്ങളോ വന്നാൽ ആ ഫൈന് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അയാൾക്ക് ഞാൻ ആ പൈസ കൊടുക്കാം. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പഠിപ്പിക്കാതിരുന്നാൽ പറ്റൂല. അതിൽ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എനിക്ക്. അവരൊക്കെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. കാരണം എന്താ പറയുക, നമ്മൾ വിളിച്ച് പരാതി പറയുമല്ലോ. അപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും, ഇനി ആരൊക്കെയാണ് പണി വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ആരൊക്കെയാണോ പണി വാങ്ങാൻ അർഹതയുള്ളത് അവർക്ക് എല്ലാവർക്കും പണി നിരത്തി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ BSNL ഫൈബറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് BSNLുമായിട്ട് എന്തെങ്കിലും സ്പീഡിൻ്റെ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല മൂട്ട മണി കൊടുത്തോളി. അതിനുള്ള സകല മാർഗ്ഗദർശനം ഞാൻ തരാം. BSNL ഉദ്യോഗസ്ഥന്മാരെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഓരോ ജില്ലയിലെയും അല്ലെങ്കിൽ ഓരോ കേരളത്തിലെ മൊത്തത്തിലുള്ള BSNL ഉദ്യോഗസ്ഥരെ നന്നാക്കാൻ ഓരോ ജില്ലയിലെയും 1-2 കസ്റ്റമർ വിചാരിച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഇവരെ നന്നാക്കിയെടുക്കാം. ഇവർ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങാത്ത ഒരു പരിപാടി നമുക്ക് ചെയ്യാം. അതിനൊക്കെ വകുപ്പുകളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനതിൻ്റെ ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ മെനഞ്ഞാന്ന് ഒരു ടോക്കൺ ഇട്ടു. എനിക്ക് അവർ ശരിയായിട്ടില്ല. പഴയതിനേക്കാളും മോശമായേക്കാണ്. ഞാൻ ഒരു ടോക്കൺ കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ സർവീസോ മറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ വീണ്ടും ടോക്കൺ ക്ലോസ് ചെയ്യും. മറ്റന്നാൾ വീണ്ടും ഞാൻ അടുത്ത ടോക്കൺ ഇടും. അങ്ങനെ ഒരു 2-3 ടോക്കൺ വന്നതിന് ശേഷം ഞാൻ എൻ്റേതായ കാര്യങ്ങൾ നീങ്ങും. എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല മുട്ടം പണി കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കസേരയിൽ നിന്ന് ഇവരെ ഇളകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതായാലും BSNL ഫൈബർ എടുക്കുമ്പോൾ നല്ല സ്പീഡും നല്ല സർവീസ് കിട്ടും കേട്ടോ. BSNL സർവീസും നല്ലതുപോലെ കിട്ടുന്നുണ്ട്. മിക്കവാറും എല്ലായിടത്തും നല്ല സർവീസ് കിട്ടുന്നുണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത്. പക്ഷേ അവർക്ക് കിട്ടുന്നതല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് കണ്ടെത്താനോ അത് പരിഹരിക്കാനോ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് തരുന്നവർ നിസ്സഹായരാണെന്നൊരവസ്ഥ ഉണ്ട്. അത് സെക്യൂറായിട്ട് മറ്റൊരു ഇരിക്കുകയാണ്. ഒരു 10,000 കണക്ഷൻ ഒരു 1000 കണക്ഷൻ വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ എന്തിന് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരൂ, താഴെ കമൻറ്റ് എഴുതുന്നു, ഞാൻ തിരുത്താം. ഏതായാലും എനിക്കിത് ശരിയാക്കി കിട്ടണം. ഞാൻ ഈ പൈസ അടയ്ക്കുന്നത് ആ സ്പീഡ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു മര്യാദ സ്പീഡ്, ഒരു 8 സ്പീഡ് കിട്ടാൻ എനിക്ക് അവകാശമില്ലേ? 12.5 വേണ്ട, ഒരു 8. അതേപോലെ മര്യാദയ്ക്ക് ഒരു യൂട്യൂബിലെ വീഡിയോ കാണാൻ എനിക്ക് അവകാശമില്ലേ? അതെനിക്ക് കിട്ടണം. പിന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സൈറ്റുകളല്ല, ബാക്കിയുള്ള സൈറ്റുകളെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി പണി നിൽക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഞാൻ പണി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ BSNL ഫൈബർ ഉപയോഗിക്കുന്നവർ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ നേരിട്ട് തന്നെ വിളിക്ക്, നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞുതരാം. നമുക്കൊന്ന് പിടിക്കാമെന്ന് കേരളത്തിലെ BSNL ഉദ്യോഗസ്ഥരെ നന്നാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് നോക്കാം. Different angles. Don't forget to subscribe and support this channel.